ഹലോ നമസ്കാരം, എല്ലാവർക്കും കവീസ് കിച്ചൻ പാർട്ട്ണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി റെസിപ്പിയാണ്. എന്താണെന്ന് അറിയണ്ടേ നിങ്ങൾക്ക്? പയ്യോളി ചിക്കൻ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പയ്യോളി ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു തുണ്ട് വെള്ളം പോലും ഉണ്ടാകാൻ പാടില്ല കേട്ടോ ഇതിലേ. പിന്നെ ഇത് മാരിനേറ്റ് ചെയ്തെടുക്കണം. മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ട് ഒരു സ്പെഷ്യൽ മസാല തയ്യാറാക്കാനുണ്ട്. ആ മസാല നമുക്ക് നോക്കാം, എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ മസാല തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കൈപ്പിടി വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുവന്നുള്ളി എടുക്കണം. അപ്പോൾ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി എടുക്കണം. ഇനി അപ്പോൾ ഒരു കൈപ്പിടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി വേണം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇത് നമ്മൾ പകുതി എടുത്തിട്ടാണ് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. കാണിക്കാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു ബൗളിൽ 1 സ്പൂൺ അരിപ്പൊടിയും 1 സ്പൂൺ കോൺഫ്ലവറും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാലയുടെ പകുതി ചേർക്കുകയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി 1/4 സ്പൂണോളം. ഞാൻ ഇതിലേക്ക് 1/2 സ്പൂണോളം ഗരം മസാല ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കണം. പിന്നെ ഒരു നാരങ്ങയുടെ പകുതിയും കൂടി ചേർക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഞാൻ. അതുപോലെ ഒരു നാരങ്ങയുടെ പകുതി നീര് കേട്ടോ. നാരങ്ങയുടെ പകുതി ചേർക്കാം. നീര് ജ്യൂസാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചിക്കൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കനൊക്കെ മസാലയൊക്കെ പരട്ടി ഞാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു 10-15 മിനിറ്റ് വെക്കണം കേട്ടോ. അപ്പോൾ പയ്യോളി ചിക്കൻ്റെ ഫേവറേറ്റ് മിക്സായ നാളികേര മിക്സ് അത് ഞാൻ തയ്യാറാക്കാൻ പോവാണ്. അതിന് നാളികേരം ഞാൻ 2 കൈപ്പിടിയോളം നാളികേരം എടുക്കാൻ പോകണം കേട്ടോ. 2 കൈപ്പിടിയോളം നാളികേരം എടുക്കാം. 2 കൈപ്പിടിയോളം നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാലയില്ലേ, ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് മസാല ഉപയോഗിച്ചില്ലേ, പകുതി എടുത്തിട്ട് ആ ബാക്കി പകുതി ഞാൻ ഇതിലാണ് ഇതിലിട്ട് മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഇത് നന്നായി മിക്സ് ചെയ്യണം. കഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഉപ്പ് നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ചേർക്കാം കേട്ടോ. ഉപ്പിന് കൃത്യമായ അളവൊന്നുമില്ല. ഇത് കുറച്ച് വേണമെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ അടുപ്പിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മളിതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാൻ പോകാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നെടുകെ കീറിയ പച്ചമുളകും, ഒരു 5-6 പച്ചമുളകും, അതുപോലെ തന്നെ കുറച്ച് വേപ്പിലയും കൂടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോകണേ. അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ ഒഴിക്കാം. ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് ഞാൻ പച്ചമുളകും വേപ്പിലയും ഇട്ട് കൊടുക്കാമേ. പൊട്ടിത്തെറിക്കും. ഈ ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഫ്രൈ ആവട്ടെ കേട്ടോ. ഫ്രൈ ആയ ശേഷം നമുക്കിത് വറുത്ത് പോരാം കേട്ടോ. ഇത് മതി. ഈ ഇതിലേക്ക് നമ്മൾ തേങ്ങ തിരിഞ്ഞ് വെച്ചിട്ടുണ്ടായി അതിട്ട് കൊടുക്കാൻ പോണേ. നന്നായിട്ട് ഫ്രൈ ആവണ വരെ ഇളക്കണം കേട്ടോ. ഇത് നന്നായിട്ട് ഒരു ഡ്രൈ ആവണം കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് വരണം. എന്താ പറയുക, നന്നായി മൊരിഞ്ഞ് വരണം കേട്ടോ. എനിക്ക് ഓയിൽ കമ്മിയാണെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക്. അത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒരു ബൗളിലേക്ക് ഇട്ടിച്ച പാത്രത്തിലേക്ക് തന്നെ ഞാനത് മാറ്റാണ് കേട്ടോ. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ചിക്കനൊന്ന് മറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ ചിക്കനും വറുത്തെടുത്തുണ്ട് കേട്ടോ. നമുക്ക് ഇതെല്ലാം കൂടി നമ്മൾ വറുത്ത് വെച്ച നാളികേരത്തിൻ്റെ ഫ്രൈയും എല്ലാം നമുക്ക് ഇത് കൂടി മിക്സ് ചെയ്ത് വെക്കാം. ഇതിനായിട്ട് ഞാൻ ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയില്ലേ, ഓയിലില്ലേ,
അത് ഞാൻ അതിൽ ഒഴിച്ചിരിക്കുന്നത് പാനിൽ. ഇനി നമുക്ക് ആദ്യം ചിക്കൻ ഇട്ട് കൊടുക്കാം. അതെനിക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന വേപ്പിൽ പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വയ്ക്കണേ, കുറച്ച് വെച്ചിട്ടോ. ഇതിലേക്ക് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പയ്യോളി ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചൂടുകൊണ്ട് ഇലയുടെ മണവും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നാളികേരത്തിൻ്റെ ഇതും നല്ല ടേസ്റ്റാണ്. കണ്ടില്ലേ, നാളികേരവും എല്ലാം കൂടി ചേർന്നപ്പോൾ ചിക്കൻ നല്ല ടേസ്റ്റായി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യാൻ മറക്കരുതേ. കമൻറ്റുകളുണ്ടെങ്കിൽ അത് അറിയിക്കണം കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.